ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ശ്രുതി ഗർഭിണിയാണെന്ന് ചന്ദ്രമതിയുടെ മനസ്സിൽ തോന്നിയിട്ട് ചന്ദ്രമതി ആണെങ്കിൽ ഒക്കെ വിളിച്ചു പറയുകയും ചെയ്തു. പിന്നീടാണെങ്കിൽ ചന്ദ്രമതി പൂജാമുറിയിൽ പോയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അവൻ രണ്ടാമത് കല്യാണം കഴിച്ചതാണെങ്കിലും ഈ ഒരു കുടുംബത്തേക്ക് ആദ്യത്തെ ഒരു കുഞ്ഞിനെ തരികയാണ്. എൻ്റെ ശ്രുതിമോൾക്ക് ഒരു ആപത്തും വരുത്താതെ കാത്തോളണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി തിരിഞ്ഞു നോക്കണത് നമ്മുടെ രവിയേട്ടനെയും സച്ചിനെയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ രേവതീനെ കാണുന്ന സമയത്ത് ചന്ദ്രമതിയാണെങ്കിൽ രേവതീനെ ഒരാക്കിയ പോലെ പറയണം, ചിലർക്ക് ഇവിടെ ഈ ഒരു ഭാഗ്യം അടുത്ത കാലത്തൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര വിഷമമാവുന്നു കേട്ടോ. പിന്നീടാണെങ്കിൽ ചന്ദ്രമതി വന്നിട്ട് രവിയേട്ടനോട് പറയുകയാണ്, ഞാൻ ആഗ്രഹിച്ച പോലെ ശ്രുതി തന്നെ ആദ്യം ഗർഭിണിയായി എന്ന് പറയണം. അപ്പോൾ രവിയേട്ടൻ പറയാണ്, അതിനിപ്പോൾ ഇവിടെ വല്ല മത്സരം നടക്കുകയാണോ? അതെ, മത്സരം നടക്കുന്നുണ്ട്. നിങ്ങളുടെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യം പിറക്കണ കുഞ്ഞിന് സ്വത്ത് എഴുതി വെക്കൂന്ന്. അപ്പോൾ ആദ്യം പിറക്കണത് ശ്രുതിയുടെ കുഞ്ഞല്ലേ, അപ്പോൾ പിന്നെ ആ ഒരു സ്വത്തതിന് അവകാശി ശ്രുതിമോളല്ലേ. അപ്പോൾ പിന്നെ അമ്മയടുത്ത് ഇപ്പം തന്നെ ഫോൺ ചെയ്തിട്ടേ ആധാരമൊക്കെ റെഡിയാക്കി വെക്കാൻ പറയുമെന്ന് ചന്ദ്രമതി രവിയേട്ടനോട് പറയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ രേവതി അങ്ങോട്ട് നടന്നു വരുന്ന സമയത്ത് അവിടെ കുറേ മാങ്ങ ഉണ്ടാവും, അതിൽ ചവിട്ടിയിട്ട് വീഴുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ ഓടി വന്നിട്ട് രേവതിനെ ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തും പോണേ കൂട്ടുകാരെ, പ്ലീസ്.